ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പം നമ്മുടെ വിഷ്ണു ഷാനി അപ്പാടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഷാനിയുടെ ജീവിതത്തിൽ മറ്റാരോ ഉണ്ടെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന വിഷ്ണു ഇനി സംഭവിക്കാൻ പോകുന്നതും വിഷ്ണുവിനും ഷാനിയുടെ ബന്ധം എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെയാണ് ഇനി കാണാൻ പോകുന്ന വീഡിയോയുടെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസ് ഷെയർ ചെയ്തിട്ട് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്ന കാര്യം നമ്മുടെ വിഷ്ണു വളരെ സങ്കടപ്പെട്ട് ഷാനി തന്നെ ചതിച്ചു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് അവളെ പൂർണ്ണമായി ആശ്വസിക്കാൻ പറ്റില്ല, എവിടെയോ എനിക്ക് അവളോട് ഇപ്പോഴും വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടേക്ക് ഒരു ഭാഗം ഷാനിയോടുള്ള ഇഷ്ടം വിട്ടുകളയാൻ പറ്റുന്നുമില്ല മനസ്സിൽ നിന്ന്. എന്നാൽ ഷാനിയെ സമ്പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നടുക്കൊരു വ്യക്തി വന്നിരിക്കുന്നു. അവരെ നടുക്ക് വന്ന് ഈ അക്ഷയ് ആരാന്നറിയാത്തതിൻ്റെ സങ്കടമാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ. സങ്കടവും അതുപോലെ തന്നെ ഒരു ചെറിയ നേരിയ വെറുപ്പല്ലായിട്ട് വിഷ്ണു ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ട് നമ്മുടെ സത്യഭാമയുടെ കലി ഒട്ടും അടങ്ങിയിട്ടില്ല. കാരണം തൻ്റെ മകൻ്റെ ജീവിതം ഇത്രയും നാൾ പറഞ്ഞു പറ്റിച്ച് ഷാനി നശിപ്പിച്ചല്ലോ എന്നൊരു ഭാഗം സത്യഭാമ ആ ദേഷ്യം മൊത്തം ശ്യാമയുടെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്യാമയാണെങ്കിലോ എന്താണ് കുഞ്ഞേച്ചിയുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഒട്ടും മനസ്സിലാകുന്നില്ല. ഈ വന്ന വ്യക്തി ആരായി? കുഞ്ഞേച്ചി സത്യമോളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വ്യക്തിയാണോ? ഇത്രയും വലിയ പ്രശ്നമാണെന്നുള്ള കാര്യമൊന്നും കുഞ്ഞേച്ചി അറിയുന്നില്ലല്ലോ. എങ്ങനെ കുഞ്ഞേച്ചി ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണേ, എന്നെ രക്ഷപ്പെടുത്താനാണല്ലോ ഇത്രയൊക്കെ കുഞ്ഞേച്ചി ചെയ്തെന്ന് പറഞ്ഞിട്ട് ശ്യാമ ഒരട്ടെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ എന്താണ് ഒരു രക്ഷ കിട്ടണേന്ന്. അത് കേട്ട് നമ്മുടെ പപ്പയും മോളും അതുപോലെ പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ വമ്പൻ ട്വിസ്റ്റാണ് ഇനി അങ്ങോട്ടേക്ക് നടക്കാതിരിക്കുന്ന കാര്യം. സത്യമൊക്കെ വീണ്ടും അച്ഛനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ കണ്ട് അച്ഛനവിടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കണം. അതിൻ്റെ അത് പിറകിലൊരു സീക്രട്ട് അജണ്ട ഉണ്ട്. അത് മറ്റൊന്നുമല്ല, വിഷ്ണുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അത് തൻ്റെ ബിഗ് ഫ്രണ്ടിന് അന്ന് വീട് വരെ വന്നിട്ടും ഷാനിയോട് ചോദിച്ചില്ലേ ഈ വന്നിട്ട് പോയ ആരെന്ന് സത്യയുടെ കൂടെ വന്ന് സത്യയുടെ അച്ഛനാന്ന് ചോദിച്ചപ്പം സത്യമോള് വന്നാലേ പറഞ്ഞ എൻ്റെ അച്ഛനാന്ന് പറ അമ്മയെന്നൊക്കെ. ആ അച്ഛനെ വിഷ്ണുവിന് അതായത് തൻ്റെ ബിഗ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടെ സത്യമോളുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ മനസ്സിൽ ലക്ഷ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സത്യയുടെ ആ ഒരു താല്പര്യമൊന്നും നമ്മുടെ ഷാനി അറിയുന്നില്ല. അങ്ങനെ ഷാനി വീണ്ടും ആ വേഷം അണിയുന്നു സത്യയുടെ മുന്നിൽ വരാൻ വേണ്ടി. അപ്പോൾ സത്യമോളുടെ ആഗ്രഹം സഫലീകരിച്ച് കൊടുക്കാൻ വേണ്ടി താൻ സത്യമോളുടെ മുന്നിൽ വരും. സത്യമോൾ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛന് ഭയങ്കര ബിസിയാന്നൊക്കെ ഷാനി അച്ഛൻ്റെ രൂപത്തിൽ ഇരുന്ന് ഇങ്ങനെ സത്യമോളോട് പറയുക. അപ്പോൾ അതൊക്കെ ആയിട്ട് സത്യമോൾ അച്ഛൻ ഇത്രയും ബിസി ആയിട്ടും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി എൻ്റെ കൂടെ വന്നതല്ലേ, എനിക്ക് അച്ഛന് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് ഫുഡ് കഴിച്ചാലോ അച്ഛൻ ചോദിക്കുമ്പോൾ പക്ഷേ അതിനങ്ങ് സമ്മതിക്കുക കേട്ടോ. അക്ഷയ് ആരാന്ന് ആരും മറക്കണ്ട, ഷാലിനി തന്നെ സത്യമുള്ള അച്ഛൻ്റെ രൂപത്തിൽ ആ വേഷം കിട്ടിയിരിക്കുന്നതാണ് അക്ഷയ്. അപ്പോൾ അക്ഷയ് പറയുന്നുണ്ട് ശരി നമുക്ക് പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മോളെയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ മോളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും താനും 3 പേരും ഒരുമിച്ച് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ തന്നെയാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അതിന് നമ്മുടെ അക്ഷയ് കണ്ടെത്തുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഷാനിക്ക് ഭയങ്കര തിരക്കല്ലേ, അമ്മ ഭയങ്കര തിരക്കിലായതുകൊണ്ടല്ലേ മോളെ, അമ്മ മെല്ലെ നമ്മുടെ കൂടെ ലഞ്ചിന് ജോയിൻ ചെയ്യുന്നോ എന്നെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിട്ട് നീ റെസ്റ്റോറൻറ്റിൽ കയറും. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും സത്യമോളോട് പറയുന്നുണ്ട് മോൾ എന്താ കഴിക്കാമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ സത്യമോൾ പറയുന്നു എനിക്കങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും വേണ്ട അച്ഛാ, ഞാൻ സത്യത്തിൽ ഇവിടെ വന്ന എൻ്റെ അച്ഛൻ്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ എൻ്റെ വലിയ ആഗ്രഹം. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർ അച്ഛൻ്റെ കൂടെയൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്ന പറയുമ്പോൾ എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഷാലിനിയുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എൻ്റെ മകൾക്ക് അച്ഛനോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. ഇവളുടെ സ്നേഹം ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് വലിയൊരു പേടിയാവുന്നല്ലോ. കാരണം ഇവളുടെ അടുത്ത് എങ്ങനെയാണ് എനിക്ക് നാളെ സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പറ്റുന്നത്? അമ്മ ഈ കാണിക്കുന്ന വിഡ്ഢിവേഷം കെട്ടി ഈ കാണിക്കുന്നതൊക്കെ നാളെ അവളെ മനഃപൂർവ്വം ചതിക്കുവാന്നല്ലോ. അത് ഷാനിക്ക് കുറ്റബോധമുണ്ട്. അതേസമയത്ത് സത്യമോളിൽ നിന്ന് അച്ഛൻ എന്ന ഒരു ഫാക്ടറിനെ അകറ്റി മാറ്റി ഇത്രയും നിർത്തിയിരിക്കുന്നത് അത്രമാത്രം സങ്കടവും കുറ്റബോധവും ഒക്കെ ആയിട്ട് ഷാനിയെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം ഷാനിയുടെ കണ്ണറിയാൻ നനയാണ്. അപ്പോഴത്തേക്കും നമ്മൾ സത്യം വിളിക്കുക അച്ഛൻ്റെ കണ്ണെന്താ നനഞ്ഞിരിക്കുന്നത്? അപ്പോഴത്തേക്കും ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് അതൊന്നുമില്ല എൻ്റെ കണ്ണിൽ എന്തോ പൊടി വീണേ. എനിക്കറിയാം അച്ഛനും എനിക്ക് പോലെ തന്നെ ഇമോഷൻ ആയതുകൊണ്ട് അച്ഛൻ ഇമോഷൻ ഒന്നും ആവണ്ട. അമ്മയെ കണ്ടില്ലേ, അമ്മയെ ഞാൻ എത്രമാത്രം അറിയാം അച്ഛനെ കാണാത്ത കാര്യത്തിൽ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നേ. നമ്മുടെ സത്യമോൾ ഷാനി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല അച്ഛാ എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ ചോദിക്കട്ടെ? നീ ചോദിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അല്ല അച്ഛൻ എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടുന്നത്? അതും കറക്റ്റ് രമേശൻ എന്നെ ഇത്രമാത്രം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ അച്ഛൻ എങ്ങനെയാണ് എനിക്ക് അച്ഛനെ ഇവിടെ കണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായതും അച്ഛൻ എങ്ങനെ ആ സമയത്ത് വന്ന് എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി, അച്ഛൻ എങ്ങനെ എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഷാനി അവിടെ ചെറിയ രീതിയിൽ ഒന്ന് കുടുങ്ങും കേട്ടോ. എന്നിട്ട് ഷാനി പറയുന്നുണ്ട് അത് മോളുടെ അമ്മ തന്നതാണ് എന്ന് പറയും. ഓ അമ്മയാണോ? അമ്മ അപ്പം അച്ഛൻ്റെ അടുത്ത് എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടും ഞാൻ അമ്മയെ എത്രമാത്രം ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ? അച്ഛനോട് സംസാരിക്കണം, അച്ഛൻ്റെ പേരെന്തോന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പോലും അമ്മ എന്നോടൊന്നും പറയാതിട്ട്
എനിക്ക് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും ഒരു ആശ്വാസമാണ്. എന്തായാലും ആ ചോദ്യത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടല്ലോ എന്നതിന് ഷാനി സന്തോഷിച്ചിട്ട് ഷാനി ആ ഫുഡിൻ്റെ മെനു ഒക്കെ നോക്കിയിട്ട് ഷാനി തന്നെ ഫുഡ് ഓർഡർ ചെയ്യും. കാരണം മോൾക്ക് സ്വന്തമായിട്ട് ഓർഡർ ചെയ്യാനൊന്നും താല്പര്യമില്ല. അച്ഛൻ എന്ത് ഓർഡർ ചെയ്താലും അത് കഴിക്കാൻ വേണ്ടി താൻ വില്ലിങ്ങെന്ന് പറയുമ്പം ഷാനി അവിടുത്തെ എല്ലാ സ്പെഷ്യൽ ഡെലിക്കസീസൊക്കെ ഓർഡർ ചെയ്തങ്ങ് വെക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് പറയുന്നത് എന്നാൽ ഞാൻ പോയി ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഫുഡ് വരുന്നതിന് മുമ്പേ. അങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ സത്യമോൾ പറ്റിക്കുന്ന വലിയൊരു പണിയാണ്. അത് മറ്റൊന്നുമല്ല, നേരെ ഫോൺ എടുത്ത് ബിഗ് ഫ്രണ്ടിനെ വിളിക്കുക. വിഷ്ണു ആണെങ്കിൽ അവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്താണ് ഈ ഫോൺ വന്നത്. അപ്പോൾ സത്യയുടെ ഫോൺ ആദ്യം കാണാൻ വിഷ്ണുവിന് ആ ഫോൺ എടുക്കാൻ യഥാർത്ഥത്തിൽ മനസ്സൊന്നുമില്ല. പക്ഷേ എന്നാലും എടുത്തേക്കാം എന്ന് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും പറ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബിഗ് ഫ്രണ്ട് എവിടാ. സത്യം മോളാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ബിഗ് ഫ്രണ്ട് അന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അച്ഛനെ കണ്ടില്ല ആരാന്നൊക്കെ ചോദിച്ചില്ലേ. ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനെ കാണും ചോദിക്കുമ്പോഴത്തേക്കും വിഷ്ണുവിന് വലിയ താല്പര്യമില്ല. കാരണം വിഷ്ണു ആ ടോപ്പിക് മനസ്സിൽ തന്നെ മറന്നു കളയാൻ ശ്രമിക്കും. വീണ്ടും അത് തന്നെ മുള്ളായി കുത്തുന്ന ഒരു വേദനയെ തൻ്റെ മുന്നിൽ വന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം സത്യം മോൾ പറയുന്നത് ഞാനും അച്ഛനും കൂടെ ഇപ്പം ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനകത്തുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. ബിഗ് ഫ്രണ്ട് ഇങ്ങോട്ട് കയറാമോ, എൻ്റെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അടുത്ത് തന്നെ സത്യഭാമ വീഴും. അമ്മ ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വിഷ്ണുവിനോട് തിരക്കുമ്പോഴത്തേക്കും വിഷ്ണു കാര്യം ഇതുപോലെ പറയുന്നുണ്ട്. സത്യമായുള്ള അച്ഛനും കൂടെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്, വന്നാൽ പരിചയപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ ഇവിടെ തന്നെ ഇരിക്കുവാന്നോടാ, നമുക്കറിയണ്ടേ നിന്നെ ഇത്രയും വർഷം കൊണ്ട് ഷാനി പറ്റിച്ച് ചതിച്ചതല്ലേ. നിങ്ങൾ ചതിക്കാൻ കാരണമെന്ന അക്ഷയ് എന്നത് അവൻ ആരാന്നും അവൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയണ്ടേ. അവളോട് 4 വാക്ക് നമുക്ക് മുഖത്ത് നോക്കി ചോദിക്കേണ്ടേ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചെന്താണ് വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സത്യഭാമ ദേഷ്യപ്പെടും. ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്യാമ എന്താണ് ഭയങ്കര ഞെട്ടിയിരിക്കുക. ആരായിരിക്കും ഈ പറയുന്ന അക്ഷയ്, എന്തിനാണ് അവൻ കുഞ്ഞേച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്, കുഞ്ഞേച്ചി എന്തിനാണ് അവനിങ്ങനെ സത്യമോളോട് സഹകരിക്കാനൊക്കെ പെർമിഷൻ കൊടുക്കുന്നത്, ഇതൊക്കെ എന്ത് പ്രശ്നമാണെന്ന് ശ്യാമ ഒരിട്ട് അവിടെ കൺഫ്യൂസ് ആയിരിക്കും. ദൈവമേ ഇവരവിടെ പോയി ഇനി എന്തൊക്കെ പുകിലാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാതെ ശ്യാമ ഇവരെ ഇറങ്ങുന്ന നോക്കി നിൽക്കുവാണ്. അപ്പം വിഷ്ണുവും സത്യഭാമയും കാറി ഭയങ്കര ദേഷ്യത്തി ഈ പറയുന്ന അക്ഷയനെ കാണാനും അവിടെ വെച്ച് നമ്മുടെ ഷാനി ഉണ്ടെങ്കിൽ ഷാനിക്കിട്ട് 4 ഡോസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഒരു പോക്ക്. നമ്മുടെ സത്യമോൾ എന്താണ് ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഫുഡ് വന്നു. അപ്പം ഫുഡ് എന്താണ് വിളമ്പി സെർവ് ചെയ്യുമ്പം നമ്മുടെ ഷാനി പറയുന്നുണ്ട് തനിക്ക് വേണ്ട, അതായത് അക്ഷയ് പറയുന്നുണ്ട് തനിക്ക് വേണ്ട, മോള് കഴിച്ചെന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞ് കഴിക്കുന്നതിന് മുന്നേ ആ റെസ്റ്റോറൻറ്റ് ആ ഡോറിൻ്റെ ഭാഗത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് നമ്മുടെ അക്ഷയ് ചോദിക്കുന്നുണ്ട് മോൾ എന്താ അങ്ങോട്ട് ചെയ്യാൻ നോക്കുന്നത്, അമ്മ വരാൻ താമസിക്കുന്നു ഇപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞല്ലേ ഉള്ളൂ, അമ്മ വർക്ക് കഴിയുമ്പോൾ നമ്മുടെ കൂടെ ലഞ്ചിന് ജോയിൻ ചെയ്തോളൂ, മോൾ ഫുഡ് കഴിക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അമ്മയെ നോക്കുമല്ല പിന്നെ മറ്റാരെയും മോൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതെ ഞാൻ എൻ്റെ ബിഗ് ഫ്രണ്ടിനെ നോക്കുവാണ്. അച്ഛൻ്റെ ബിഗ് ഫ്രണ്ട് ആരാന്ന് അറിയത്തില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഷാനിയുടെ മനസ്സ് തകർന്നു പോകണം കേട്ടോ. അയ്യോ ഇനി അടുത്ത പുകയിലും പ്രശ്നമാണല്ലോ. ഒന്നാമത് തന്നെ വിഷ്ണുവേട്ടൻ എന്നെ കണ്ടിട്ട് അതാരാന്ന് മനസ്സിലാവാത്തതിൻ്റെ കലിയും കൊണ്ടാണ് വിഷ്ണുവേട്ടൻ തെറ്റിദ്ധരിച്ച് പോയിരിക്കുക. ഇനി ഈ വെട്ടം കൂടെ എന്നെ കാണുമ്പോഴത്തേക്കും ബന്ധം മൊത്തത്തിൽ തകർന്നു പോകുമല്ലോ. എനിക്ക് വിഷ്ണുവേട്ടന് മുന്നിൽ കാര്യങ്ങൾ പറയാനുള്ള അവസരം പോലും ഇല്ലാതാകുമെന്ന് പറഞ്ഞിട്ട് ഷാനി ഭയങ്കര പേടിച്ചിരിക്കുക. അതിപ്പം ഷാനി ചിന്തിക്കുന്നുണ്ട് സത്യമോളുടെ മുന്നിൽ വെച്ചിട്ട് വിഷ്ണുവേട്ടനോട് സത്യാമ്മയുടെ ഒന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ മൊത്തം സീനാവുന്നൊരു ഷാനി അവിടെ ചിന്തിച്ച് പേടി നിൽക്കുമ്പോഴത്തേക്കും അവിടെ സത്യമോൾ പറയുന്നത് അച്ഛനെ അറിയത്തില്ലോ, ബിഗ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഞാൻ പരിചയപ്പെടുത്തില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പപ്പി. പപ്പി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വലിയച്ഛൻ. വലിയച്ഛനാണ് ഈ പറയുന്ന വിഷ്ണു അച്ഛൻ. അവൾ വിഷ്ണു അച്ഛൻ എന്ന് വിളിക്കും, ഞാൻ ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കും. ബിഗ് ഫ്രണ്ട് അന്ന് അച്ഛൻ പോയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്, അച്ഛനെ പരിചയപ്പെടാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചതേ. ഇപ്പോൾ അച്ഛൻ ഞാനും ഉണ്ടല്ലോ, അപ്പോൾ ഒരുമിച്ച് പരിചയപ്പെടുത്താൻ വന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയുമ്പം ഷാനി അവിടെ ടോട്ടലി തകർന്നിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ വിഷ്ണുവും സത്യഭാമയും കാറ് സ്പീഡിന് ഓട്ടിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് ഒരു ഭാഗം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞ് പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും അമ്മയൊന്ന് വിളിച്ച് നോക്കാം, അമ്മ വന്നുകൊണ്ടിരിക്കുമെന്നൊന്നും അറിയാമല്ലോ. അപ്പോഴത്തേക്ക് എന്താണ് അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പറയുമ്പോഴത്തേക്കും നേരെ എന്താണ് അക്ഷയ് ഫോൺ ചെയ്തിട്ട് നീ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വരാൻ കുറച്ചും കൂടെ താമസിക്കുന്നൊക്കെ പറയുന്ന പോലെ നമ്പർ കാണിച്ച് അങ്ങ് ഫോണും കട്ട് ചെയ്യുക. അമ്മ വരാൻ കുറച്ചും കൂടെ സമയം എടുക്കും, മോൾ ഫുഡ് കഴിക്കുക. അച്ഛൻ അപ്പോഴത്തേക്ക് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാൻ വന്നിട്ട് നേരെ ഷാനി അവിടെ നിന്ന് അങ്ങ് എണീക്കുവാണ് കേട്ടോ. അപ്പോൾ ഷാനി അക്ഷയുടെ രൂപത്തിനകത്താണല്ലോ. ഷാനി നേരെ വാഷ്റൂമിൽ പോയിട്ട് വീണ്ടും എന്താണ് സാരി മാറ്റി നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന കറക്റ്റ് സമയത്ത് തന്നെയാണ് ഈ പറയുന്ന വിഷ്ണു സത്യഭാമ അവിടെ വന്ന് നേരെ കാണുന്ന ആകപ്പാടെ കണ്ടത് സത്യമോള് ചോദിക്കുക നീ മാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ, നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുമ്പോഴേ അച്ഛൻ എന്താ വാഷ്റൂമിൽ പോയിരിക്കുന്ന പറയുമ്പോഴത്തേക്കും വിഷ്ണു ആ വാഷ്റൂമിൻ്റെ ഏരിയയിലൊക്കെ പോയി നോക്കുമ്പം അക്ഷയ് എന്ന് പറയുന്ന വ്യക്തിയുടെ പൊടി പോലും അവിടെ ഒന്നും കാണാനില്ല. പക്ഷേ പകരം അവർ നേരെ കാണുന്നൊരു കാര്യം ഷാനി ക്യാഷ്വലായിട്ട് അവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതാണ് കാണുന്നത്. ഉടനെ സത്യഭാമയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നത് സത്യഭാമയും വിഷ്ണുവും കൂടെ ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ അങ്ങ് തുടങ്ങിയിരിക്കുക. ഇത് കാണിച്ചാണ് ഈ അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻറ്റ്സ് ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.